മേലിൻ സാരഥി സൽഗുണമൊഴുകും നദി ആശികീങ്ങളെ ശ്രുതി ഹാഷിം വംശസന്തതി നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു വീഡിയോയിലൂടെ വരാൻ കാരണം പല സുഹൃത്തുക്കളും ഭൂഗർഭ ജലാശയത്തിനെക്കുറിച്ച് അഥവാ ബോറിങ്, വട്ടക്കിണർ എന്നീ കിണറുകളുടെ സ്ഥാനനിർണ്ണയത്തെക്കുറിച്ച് പലരും ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. എങ്ങനെയാണ് അത് പഠിക്കുക, എങ്ങനെയാണ് ഭൂഗർഭം, ഭൂമിക്കടിയിലുള്ള വെള്ളത്തിൻ്റെ ദിശ മുകൾ ഭാഗത്തിൽ നിന്ന് അറിയാൻ സാധിക്കുക എന്നൊക്കെ ചോദിച്ച് പലരും വരാറുണ്ട്. നിഷ്പ്രയാസം വളരെ എളുപ്പത്തിൽ അടിയിലുള്ള വെള്ളത്തിൻ്റെ ചലനം മുകൾ ഭാഗത്തിൽ നിന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അടിയിലുള്ള വെള്ളത്തിനെ മുകൾ ഭാഗത്ത് കാണാനുള്ള മാർഗം നമ്മൾക്ക് പറയാൻ സാധിക്കും. എങ്ങനെയെന്നാൽ, പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഒരു ഭൂമിയിൽ ചെന്നാൽ ഭൂമിയുടെ ഘടന, ഭൂമിയുടെ ആന്തരിക ഘടനയും അതുപോലെ പുറം ഭാഗത്തുള്ള ഘടനയും നമ്മൾ മനസ്സിലാക്കണം. നിരപ്പായ ഭൂമിയാണ് എങ്കിൽ, ചുവന്ന മണ്ണുള്ള നിരപ്പായ ഭൂമിയാണ് എങ്കിൽ, മണ്ണിട്ട് നികത്താത്ത ഭൂമിയാണ് എങ്കിൽ, ആ ഭൂമിയിലുള്ള വൃക്ഷങ്ങളുടെ അഥവാ പ്ലാവ്, അതുപോലെ മാവ് എന്നിവയുടെയൊക്കെ കൊമ്പുകൾ, ഇളം കൊമ്പുകൾ ഏത് ഭാഗത്തേക്കാണോ ചാഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അവിടെ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ മുണ്ടിപ്പരവ എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട്. അതുപോലെ പാറകം, നമ്മൾ പഴയ കാലത്ത് മരങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്ന പാറകം, അതുപോലെ അത്തി എന്നീ വൃക്ഷങ്ങളുള്ള ഭാഗത്ത് വെള്ളത്തിൻ്റെ ലാഞ്ചന ഉണ്ടാവുകയും അവിടെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ, നോക്കി അതിൻ്റെ ചലനം മനസ്സിലാക്കിയാൽ നമുക്കവിടെ വെള്ളം കിട്ടുകയും ചെയ്യും. വെള്ളം കിട്ടാനുള്ള മാർഗം എന്താണ്, അതിൻ്റെ ഉണ്ട് എന്ന് അറിയാനുള്ള മറ്റൊരു മാർഗമാണ് നാളികേരം. നമ്മൾ നാളികേരത്തിൻ്റെ മുഖഭാഗത്തുള്ള ആ തുപ്പ്, ആ ചകിരി കളയാതെ, പുറം ഭാഗത്തുള്ള ചകിരി കളഞ്ഞ് മുഖഭാഗത്തുള്ള ചകിരി കളയാതെ കയ്യിൻ്റെ ഉള്ളനടിയിൽ പതിച്ചു വെച്ച് നമ്മുടെ ഇടതുഭാഗത്ത് നെഞ്ചിനോട് ചേർത്തിയിട്ട് കൈ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പറയുന്ന ഭാഗം അഥവാ ഇളങ്കൊമ്പുള്ള ഭാഗത്ത്, അല്ലെങ്കിൽ വടക്കോട്ട് ചെരിവുള്ള ഭാഗത്ത്, പടിഞ്ഞാട്ട് ചെരിവുള്ള ഭാഗത്ത്, നമ്മൾ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കും അതുപോലെ തെക്കിൽ നിന്ന് വടക്ക് ഭാഗത്തേക്കും കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ നാളികേരം കയ്യിൽ നിന്ന് ചലിക്കുകയും അതിങ്ങനെ നിവർന്ന് നിൽക്കുകയും ചെയ്യും. ആ ഭാഗത്ത് നമ്മൾ പിച്ചള കൊണ്ടുള്ള അല്ലെങ്കിൽ ചെമ്പ് കൊണ്ടുള്ള പെണ്ടുലം 1.5 അടി നീളത്തിലുള്ള ഒരു ചരടിലോ ചെയിനിലോ കോർത്തിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലോക്ക് ലെവലിൽ ചുറ്റുന്നതായിട്ട് കാണാം. ആ ചുറ്റുന്ന ഭാഗത്ത് നമ്മൾ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവിടെ വെള്ളം കിട്ടും. അതുപോലെ കോപ്പറിൻ്റെ കമ്പി, കയ്യിൽ ഒതുങ്ങാൻ പറ്റാവുന്ന ഒരു 1.5 അടി വലിപ്പത്തിലുള്ള ഒരു കമ്പി എടുത്ത് എൽ ഷേപ്പിൽ അത് വളച്ച് വെച്ച് അത് നമ്മുടെ ഒന്നിയെന്ന് വരുന്ന ആ രേഖയിൽ
കയ്യിൻ്റെ ഉള്ളനടയിൽ വെച്ച് 2 കമ്പി ഉള്ളനടയിൽ വെച്ച് ഒരടി വിട്ട് രണ്ടും അങ്ങനെ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ വി ആകൃതിയിലുള്ള പുളിങ്കൊമ്പിൻ്റെ ആ 2 അറ്റം 2 കയ്യിലും വെച്ച് നമ്മൾ നടന്നാൽ വെള്ളമുള്ള സ്ഥലത്ത് എത്തുമ്പോൾ അതിൻ്റെ അടിഭാഗം, അതിൻ്റെ കൂർപ്പ് ഭാഗം അടിയിലേക്ക് താഴുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ പെൻഡുലം വെച്ച് ക്ലോക്ക് ലെവലിൽ ചുറ്റുന്നുണ്ട് എങ്കിൽ അവിടെ വെള്ളം തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടും. ഒന്ന് നാളികേരം കൊണ്ട്, ഒന്ന് പെൻഡുലം കൊണ്ട്, ഒന്ന് കോപ്പർ കമ്പി കൊണ്ട്, ഒന്ന് വി ആകൃതിയിലുള്ള പുളിങ്കൊമ്പ് കൊണ്ട്, ഇനിയും പല സാധനങ്ങളെ കൊണ്ടും നമ്മൾക്ക് വെള്ളം കണ്ടെത്താൻ സാധിക്കും. ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ